ഇറാൻ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ സൈനിക നീക്കങ്ങൾ നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന പ്രമേയം US സെനറ്റ് തള്ളി. 47-നെതിരെ 53 വോട്ടുകൾക്കാണ് പ്രമേയം തള്ളിയത്. ഇതോടെ ഇറാൻ യുദ്ധത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ കൂടുതൽ ശക്തമാകും. യുദ്ധത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രകടനത്തിന് 10-ൽ 15 മാർക്ക് നൽകുന്നതായി ട്രംപ് അഭിപ്രായപ്പെട്ടു. We're doing very well on the war front, to put it mildly, I would say. Somebody said, on a scale of 10, where would you rate it? I said about a 15. And we're going to continue to do well. We have the greatest military in the world by far. Yes, വിവരങ്ങൾ നൽകാൻ ഐസൺ തന്നെയുണ്ട്. ഐസൺ, വിവരങ്ങൾ. തീർച്ചയായും കൃഷ്ണപ്രിയ, ഇപ്പോൾ ട്രംപിന്റെ വാക്കുകളിൽ നിന്നും തന്നെ മനസ്സിലാക്കിയതുപോലെ എന്തടിസ്ഥാനത്തിലാണ് 10-ൽ മാർക്ക് നൽകാൻ നിങ്ങൾ ചോദിക്കുന്നത്? 15 മാർക്കാണ് 10-ൽ നൽകുന്നത് എന്ന് കൃത്യമായി മാധ്യമങ്ങളോട് പറയുന്ന ഒരു നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഈ ഇറാനിൽ നടക്കുന്ന സൈനിക നടപടിയുമായി ബന്ധപ്പെട്ടുണ്ടായത്. മറ്റൊരു പ്രധാന നേട്ടം ട്രംപിന് നേടാനായത് US സെനറ്റിലെ ഒരു പ്രമേയത്തിൽ ട്രംപിന്റെ നിലപാടുകൾ, അല്ലെങ്കിൽ ഇറാനെതിരായ യുദ്ധത്തിനെതിരായ നിലപാടുകൾ കൃത്യമായി വിജയിച്ചിരിക്കുന്നു എന്നതുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ യുദ്ധം നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ ആ യുദ്ധത്തിന്റെ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിനും ആ യുദ്ധം, അതായത് ഇറാനെതിരായ സൈനിക നടപടികൾ നിർത്തിവെപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഒരു ഡെമോക്രാറ്റുകളുടെ ഒരു പ്രമേയം വന്നത്. ആ പ്രമേയം 47-നെതിരെ 53 വോട്ടുകൾക്ക് സെനറ്റ് തള്ളുകയായിരുന്നു. ഒരു 2 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തുവെങ്കിൽ കൂടി 53 എന്ന കൃത്യമായ നമ്പറിൽ, അതായത് കൃത്യമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ പ്രമേയം എന്നതാണ്. ഈ പ്രമേയം തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയ ഘടകം. അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് US കോൺഗ്രസിന്റെ ഉപരിസഭ കൃത്യമായും ആക്രമണങ്ങൾക്ക്, ഈ ഇറാനെതിരായ സൈനിക നടപടിക്ക് അമേരിക്കയ്ക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്നു എന്ന് തന്നെയാണ്. സ്വാഭാവികമായും ഇറാന്റെ ഈ സൈനിക പിന്തുണയ്ക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഈ സൈനിക നടപടിക്ക് ലഭിക്കുന്ന ഈ കൃത്യമായ പിന്തുണ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക. തുടർ നടപടികൾ, അതായത് ഇറാനിൽ തന്നെ നിയന്ത്രിച്ചു നിർത്തുന്ന, ഇറാന് പിന്തുണ നൽകുന്ന മറ്റേതെങ്കിലും രാജ്യങ്ങളുണ്ടെങ്കിൽ ആ രാജ്യത്തെ കൂടി കൃത്യമായും സൈനിക നടപടിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ചില നീക്കങ്ങൾ കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത്തരം നടപടികൾ കൂടി തുടരുന്നതിന് വേണ്ടി കൂടിയാണ് പുതിയൊരു ഈ റെസൊല്യൂഷനിലൂടെ, അല്ലെങ്കിൽ ഈ റെസൊല്യൂഷൻ തള്ളിയതിലൂടെ ട്രംപിന് അധികാരം ലഭിക്കുന്നത്. സ്വാഭാവികമായും അത്തരം നീക്കങ്ങൾ പാർലമെന്റിൽ തള്ളപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിശക്തമാവുകയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ശൈലി. സ്വാഭാവികമായും ആ ശൈലി ഇക്കാര്യത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കടുത്ത ആക്രമണം തന്നെ നടക്കും, ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഈ നിലപാടിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കൃഷ്ണപ്രിയ. ഓക്കെ.